കലാകാരന്മാർക്ക് സ്വന്തം സൃഷ്ടികളോടുള്ള അഭിനിവേശം ഒരു മാനസിക വിഭ്രാന്തിയായി മാറുന്നതിനെ പിഗ്മാലിസം എന്ന് പറയുന്നു. സാധാരണ മനുഷ്യരുടെ കണ്ണുകൾക്ക് ചലനരഹിതമെന്ന് തോന്നുന്ന ശില്പങ്ങൾക്കോ ചിത്രങ്ങൾക്കോ ജീവനുണ്ടെന്ന് അനുഭവപ്പെടുക. അത്തരം രൂപങ്ങളെ മറ്റെന്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കുക, ആരാധിക്കുക. ഇത് അപൂർവം ചില വ്യക്തികളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. ഒരിക്കൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അത്തരം ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അയാൾ ഒരു ശില്പിയായിരുന്നു. ഈ ശില്പം കണ്ടോ? എന്റെ മാസ്റ്റർ പീസാണ്. ഓഹോ, എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പോ പിന്നെ കാണാം. ഓക്കെ. ഹലോ ഹലോ, താങ്കളുടെ ആരാധികയാണ്. പരിചയപ്പെടണമെന്ന് പറഞ്ഞ് കുറെ നാളായി നടക്കുന്നു. ഇപ്പൊ BA പഠിക്കുകയാണ്. Glad to meet you. Thank you. ആളൊരു നല്ല ചിത്രകാരി കൂടിയാ. 2 വർഷമായി യൂണിവേഴ്സിറ്റി ആർട്ട് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഇവക്കാ. എക്സലന്റ്. നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. അനുവിന്റെ കൂട്ടുകാരി, പേര് ഗീത. കലയുമായി വലിയ ബന്ധമൊന്നുമില്ല. ഈ ശില്പങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. ശില്പിയെ കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. വരട്ടെ. ഓക്കെ. See you. ശരി. രാജുവിനെ പറ്റി പറഞ്ഞപ്പോ നിനക്കെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഓ, ഈ കലയും കലാകാരന്മാരെയും എനിക്ക് പിടിക്കില്ല. നിനക്കേ രാജുവിന്റെ ശില്പങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാകാതെയാണ്. അയ്യോ വേണ്ട, ഇനി പ്രത്യേകതകളെ പറ്റി പറഞ്ഞ് ഈ പാവത്തിനെ വധിക്കാതെ. എക്സിബിഷൻ കാണണമെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോ ഒന്ന് കൂടെ പോന്നതിന് ഇത്രയും വലിയ ശിക്ഷയോ? നീ വന്നില്ലെങ്കിലും ഞാൻ പോവുമായിരുന്നു. പിന്നെ എന്നിട്ട് ശില്പിയെ കണ്ടപ്പോഴേക്കും പെണ്ണിന്റെ 2 കാലും വിറയ്ക്കാൻ തുടങ്ങി. ചുമ്മാ നുണ പറയാതെ കിടന്നുറങ്ങടി. അയ്യോ, ഉറങ്ങാവേ. പോണം. ഹലോ. എന്താ ബാബു, ഇന്ന് പുതിയ ചിത്രമൊന്നും വരച്ചില്ലേ? ഓ യെസ്. ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. പക്ഷേ ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായോടി? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ജീവിതമോ മരണമോ പ്രപഞ്ചമോ അതോ പ്രണയമോ? ഏതായാലും ഇത് തൽക്കാലം ബാബുവിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സമയമാവുമ്പോ ഞാൻ വായിക്കോളാം. അപ്പൊ ഇനിയും സമയമായില്ല. ഹലോ. ഹലോ. ഒരിക്കൽ കൂടി വരണമെന്ന് തോന്നി. അതിനെന്താ, എപ്പോഴും ഇവിടെ വരാമല്ലോ. ഇന്ന് ആരും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങനെയാണ്. രാജു, ഓ സോറി, എനിക്ക് പേര് വിളിക്കാമോ? പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എവിടെയാ താമസം? തൽക്കാലം ഹോട്ടൽ മുറിയിൽ. ഇനി എത്ര നാൾ ഇവിടെ ഉണ്ടാവും? 2 ആഴ്ച കൂടി, ഈ എക്സിബിഷൻ കഴിയുവോളം. അതിനുശേഷം? ഞാൻ ഒരിടത്തും സ്ഥിരമായി നിൽക്കാറില്ല. ഇത് വളരെ നന്നായിരിക്കുന്നു. അപ്പോ ബാക്കിയുള്ളതെല്ലാം? ഇന്ന് കൂട്ടുകാരിയെ കണ്ടില്ലല്ലോ.
അവൾക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. ശില്പങ്ങളിലോ? അതോ നീ രാജുവിനെ കാണാൻ പോയിരുന്നു? അപ്പോ സംഗതി അവിടം വരെ എത്തി. എന്ത്? കാണാതിരിക്കുമ്പോ ഒന്ന് കാണണമെന്ന് തോന്നുക, കണ്ടു കഴിയുമ്പോ വീണ്ടും കാണണമെന്ന് തോന്നുക. ആ, ചെറുപ്പക്കാരിൽ സാധാരണ കണ്ടുവരുന്ന രോഗമാണ് പ്രേമം എന്ന് പേര് പറയും. പ്രേമമാണോന്നറിയില്ല, എന്തോ രാജുവിനെ എനിക്കിഷ്ടമായി. ആ, കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ കഥ ട്രാജഡി ആവാതിരുന്നാൽ നന്ന്. And none but fools do wear it. Cast it off. It is my lady. Oh, it is my love. Oh, that she knew she were. She speaks, and she says nothing. What of that? Her eye discurses. I will answer it. Juliet appears above at a window, but soft. What light through yonder window breaks? It is the east, and Juliet is the sun. Oh, Romeo, Romeo, wherefore art thou Romeo? രോഗം സീരിയസ് ആവുന്ന ലക്ഷണമാണല്ലോ. പെണ്ണെ, ഒരു കാര്യം പറയാം, പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ രാജു ആരാണെന്നോ അയാളുടെ പ്രകൃതം എന്താണെന്നോ അറിയാതെ ചുമ്മാ പുറകെ നടക്കരുത്. ദേ, കലാകാരന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഓം നമ ശിവായ. പ്രേമത്തിന് കണ്ണില്ല, കാതില്ല. അനു, വെറുതെ. അനു, അനു, ബാബുവിന് എന്ത് വേണം? അനു, അനു. എന്താ ബാബു? വെറുതെ. വെറുതെ എന്റെ പുറകെ എന്തിനാ വരുന്നത്? അനു, പ്ലീസ്. ഇത് ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ്. ഇനിയും പുറകെ വന്നാൽ ചുമ്മാ തടി കേടാവും. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കും. ഹായ്. ഹായ്. ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാനും. വായിക്കാറുണ്ടല്ലേ? കുറച്ചൊക്കെ. എന്താ ബുക്ക്? നോക്കട്ടെ. മൊമെന്റ്സ് ഓഫ് ലവ്. കൊള്ളാം. അപ്പോൾ റൊമാൻസ് ആണ് മുഖ്യ വിഷയം. രാജുവിന്റെ സെലക്ഷൻ ഏതാ? ആദ്യമൊക്കെ കിട്ടുന്നത് എന്തും വായിക്കുമായിരുന്നു, പിന്നെ സൈക്കോളജിയായി, ഇപ്പോ ആധ്യാത്മികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സന്യസിക്കാനുള്ള ഉദ്ദേശമായിരിക്കല്ലേ? രാജുവിന്റെ തമാശ കേൾക്കാൻ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എനിക്കങ്ങനെ തോന്നി. ഞാൻ വളരെ ഗൗരവക്കാരനായിരുന്നു എന്നാണ് ഇതുവരെ എന്റെ വിശ്വാസം. ഇനി അത് മാറ്റിക്കോളൂ. ആ, രാജു എക്സിബിഷൻ ഹാളിലേക്കല്ലേ? അതെ. വരുന്നോ? ഇല്ല, ഹോസ്റ്റലിൽ പോകാൻ നേരമായി. എക്സിബിഷൻ ഹാളിൽ തന്നെ ഇരുന്ന ബോറടിക്കൂലേ? എങ്ങനെ സമയം ചെലവഴിക്കും? ശില്പങ്ങളും ഞാനും, അതാണ് എന്റെ ലോകം. ആ ലോകത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ? ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്താ പണിക്കരിങ്ങോട്ട്? ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി.
കുഞ്ഞിങ്ങനെ നാട് ചുറ്റി നടന്നാ മതിയോ? എന്നെ എന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കൂ. കുഞ്ഞിങ്ങനെ നടക്കേണ്ടവനല്ലല്ലോ. പണിക്കർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അച്ഛൻ ഒരു പിടിവാശിക്കാരനാണെന്ന് കുഞ്ഞിനെ അറിയില്ലേ? ഈ കലയൊന്നും ഉപേക്ഷിക്കണമെന്നല്ല അച്ഛൻ പറയുന്നത്. കുഞ്ഞ് നാട്ടിലുണ്ടായാൽ മാത്രം മതി. അച്ഛനാണെങ്കിൽ വയസ്സായി. ഈ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? ചിറ്റമ്മയെ പറ്റിയാണ് കുഞ്ഞിന് വിഷമമെങ്കിൽ അവരിപ്പോ പഴയ പോലെയൊന്നുമല്ല. കുഞ്ഞിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. പണിക്കര് പൊയ്ക്കുള്ളൂ. ഞാൻ അച്ഛനോട് എന്തു പറയും? തൽക്കാലം ഞാൻ നാട്ടിലേക്കില്ല. ആ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാൻ പോണു. എന്താ ശില്പിക്കുന്നൊരു മൗനം? മനുഷ്യൻ വികാരങ്ങൾക്ക് അതീതനല്ലല്ലോ. എന്തേ അങ്ങനെ പറയാൻ? ഏയ് നത്തിങ്. രാജുവിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെന്താ? വേണ്ട, ഇനി ഒരിക്കലാകാം. രാജു എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അനു എന്ന കലാകാരിയെ പറ്റി മാത്രമേ എനിക്കറിയാം. ആ കലാകാരിയുടെ ഹൃദയം അറിയാനുള്ള സന്മനസ് കാട്ടരുതോ? കലാകാരിക്ക് സമ്മതമാണെങ്കിൽ. I love you, രാജു.